ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ശ്രീ രാഹുൽ ഈശ്വർ ക്ഷേത്രപ്രവേശനം നടപ്പാക്കിയത്, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പ്രഖ്യാപിച്ചത് തന്ത്രിയോട് ചോദിച്ചായിരുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിലെ എത്രയോ അനാചാരങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ സോ കോൾഡ് ഭക്ത സംഘടനകളോടോ തന്ത്രിമാരോടോ ചോദിച്ചിട്ടല്ലോ. എന്തിന് 2007 ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തകൾക്ക് ചുരിദാർ ധരിക്കാനുള്ള അവകാശം വരുന്നത്? അതിനുശേഷം നടന്ന ദേവപ്രശ്നത്തിൽ പറഞ്ഞത് ദേവന് ഭയങ്കരമായ അഹിതമുണ്ടായിരിക്കുന്നു, ക്ഷേത്രത്തിന് നാശം വരും, അഗ്നിബാധ ഉണ്ടാകും, എന്തിന് ചുരിദാർ ധരിച്ച് ക്ഷേത്രത്തിൽ വരുന്നവർക്ക് കുടുംബ പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷവും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചുരിദാർ ഇട്ട് പോയിട്ട് കുടുംബം നശിച്ച എത്ര പേരുണ്ടാകും നമ്മുടെ നാട്ടിൽ? ഒന്നും ഉണ്ടായിട്ടില്ല. അതവിടെ നടപ്പായി. അതുപോലെ വളരെ സിമ്പിളായി നടപ്പാക്കാവുന്നതേ ഉള്ളൂ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അപ്പോഴാണ് ഒരു കൂട്ടർ തടയാൻ വരുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ചരിത്രത്തിൽ ഒരിക്കലും ജാതീയത ഉണ്ടായിട്ടില്ല. ഈ ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ എല്ലാ അമ്പലങ്ങളെയും കരിവാരി തേക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. രണ്ട്, മാറുമറയ്ക്കൽ ചാന്നാർ സ്ത്രീകളുടെ ഇടയിൽ നടന്നൊരു ലഹളയാണ്. അത് കേരളത്തിലെ എല്ലാ സമൂഹങ്ങളിലേക്കും വ്യാപിപ്പിച്ച് മുമ്പ് നിന്നതെല്ലാം മോശമാണെന്ന് പറയുന്നത് ഒരു തീവ്ര ഇടത് സ്വഭാവം മാത്രമാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാത്രമൊന്നുമല്ല മാറുമറയ്ക്കാനുള്ള അവകാശം ഇല്ലാതിരുന്നത്. കേൾക്കേണ്ടത് അവരാണ് അജണ്ട തുറന്നു പറഞ്ഞത്. രാഹുൽ ഈശ്വർ, നായരിൽ താഴെയുള്ള ഒരു ജാതി വിഭാഗത്തിലെയും സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ചാന്നാർ മാത്രമല്ല, ഈഴവർക്ക്, പറയർക്ക്, പുലയർക്ക്, നായരിൽ താഴെയുള്ള ഒരു ജാതി വിഭാഗത്തിനും മാറുമറക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ പാടി പുകഴ്ത്തുന്ന തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭരണകാലത്ത് നമ്മൾ അതൊന്നും പറഞ്ഞ് തർക്കിക്കേണ്ട. അതിന്റെയൊക്കെ ശേഷിപ്പായിരിക്കും ഇപ്പോഴും ഈ അമ്പലത്തിലുള്ളതെന്ന് നാട്ടുകാർ സംശയിച്ചാൽ അതിൽ തെറ്റുമില്ല. ശ്രീ അഭിലാഷ് പറയുന്നത് പൂർണ്ണമായും പറയുന്നത് പൂർണ്ണമായും കള്ളമാണ്. അത് ഈ സമുദായത്തിൽ നിലനിന്നൊരു കാര്യമല്ല. ചാന്നാറിലേക്കാണ് മറ്റൊരു വിഷയം. നമുക്ക് വിടാം. പ്രസക്തം ആശാ മാഡം പറഞ്ഞത് എല്ലാരും കേൾക്കണം. സ്വാഗതാർഹമാണ്. ഇവിടെ ആലപ്പുഴയ്ക്ക് അടുത്ത് നങ്ങേലി എന്ന സ്ത്രീ മുലക്കരം തിരിക്കാൻ വന്ന ആൾക്ക് മുല ഛേദിച്ചു കൊടുത്ത് മരിച്ചു വീണത് അവർ ചാന്നാർ സ്ത്രീ ഒന്നുമല്ല, അവർ ഈഴവ സ്ത്രീയാണ്. അപ്പോൾ നാടാർ വിഭാഗത്തിന് മാത്രമായിരുന്നു മാറുമറയ്ക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്നത് എന്നൊന്നും വാദിക്കരുത്. മുലക്കരം പിരിച്ചുകൊണ്ടിരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. ശ്രീ രാഹുൽ ഈശ്വർ, അവരോട് ചോദിച്ചിട്ട് വേണമായിരുന്നു ചുരിദാർ നടപ്പാക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഓർക്കണം. മുലക്കരം പിരിച്ചിരുന്ന രാജവംശമായിരുന്നു തിരുവിതാംകൂർ രാജവംശം. അതുകൊണ്ടാണ് താങ്കൾ ആ രാജവംശത്തോട് ചോദിച്ചിട്ട് വേണമായിരുന്നു ഇവിടെ സ്ത്രീകളെ ചുരിദാർ ഇടിക്കാൻ എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്നത്. പക്ഷെ അങ്ങയുടെ അറിവിന് വേണ്ടി അല്ല ശ്രീ അഭിലാഷ്, അങ്ങയുടെ അറിവിന് വേണ്ടി ഒരു ഒറ്റ വരി. മുലക്കരമെന്ന് പറഞ്ഞാൽ പെണ്ണിന് കൊടുക്കാനുള്ള കരമെന്നും തലക്കരമെന്ന് പറഞ്ഞാൽ ആണിന്റെ കരമെന്നുമാണ്, അല്ലാതെ മുലയ്ക്ക് കൊടുക്കാനുള്ള കരമെന്നല്ല. ഇതൊക്കെ ദേശാഭിമാനിയും അല്ലെങ്കിൽ മാവോയിസ്റ്റ് പത്രങ്ങൾ വായിച്ചുണ്ടാക്കുന്ന ധാരണയാണ്. അത് മാറ്റണം. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ശ്രീ